വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വല്യുപ്പാൻ്റെ അതായത് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പയുടെ 18ാമത്തെ ആണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സെലിബ്രേഷനൊന്നുമല്ല കേട്ടോ. വീട്ടിൽ എല്ലാവരെയും വിളിക്കാറുണ്ട്. എല്ലാ വർഷവും ഉമ്മച്ചി എല്ലാവരെയും വിളിച്ചിട്ട്, എല്ലാവരും മീൻസ് വല്യുപ്പാടെ മക്കൾ. അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് ജസ്റ്റ് നമ്മൾ ഇതുമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകും. വൈകുന്നേരം ആയിരുന്നു കേട്ടോ. കാരണം വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ വൈകുന്നേരം ഒരിക്കും എല്ലാവരെയും കൂടി ഒരുമിച്ച് ഇങ്ങനെ വിളിക്കൽ. അപ്പോൾ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോണ വഴിക്ക് കുറച്ച് മിഠായി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമാടെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ചെറുതുകളാണ് കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്, വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അവർക്കുള്ള മിഠായിയൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ദ്വാരക്കല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചീരണിയും പിന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടായിട്ട് ചെന്നുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ജ്യൂസൊക്കെ തന്നത്, അല്ലെങ്കിൽ എനിക്ക് അതിനെ തരാറൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ മാമാടെ പിള്ളേരാണ് കേട്ടോ. എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്. ഇത് ഉമ്മച്ചി, ഈ ഉമ്മച്ചിയുടെ ഉമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത് സംസാരിച്ചത്. അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് ഏതോ ഡേ കെയറിൽ പോയൊരു ഫീലായിരുന്നു കേട്ടോ. ഇത് രണ്ടും എൻ്റെ ആൻറ്റിമാരാണ്. ഉമ്മച്ചിക്ക് 2 അനിയന്മാരുണ്ട്. അവരുടെ 2 പേരുടെയും ഭാര്യമാരാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾക്ക് അടുത്തത് കഴിക്കാമെന്നുള്ള ഇതിലായിരുന്നു. അതിന് ഈ ഫുഡ് ഇറച്ചിച്ചോറായിരുന്നു കേട്ടോ. ഇറച്ചിച്ചോറ് കൊടുത്തിട്ട് അതിന് കഴിച്ചില്ല, ഭയങ്കര എരിവായിരുന്നു. പിന്നെ ഇത് എൻ്റെ ഒരു മാമയുടെ മോളാണ്, മിന്നു എന്നാണ് പേര്. അവൾ സ്നാപ്ചാറ്റിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും വേഗം ബാക്ക് എടുത്ത് നിന്നേണ്ടത്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാമയും നാദുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മാമയും കൂടി വരാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്തോ കുരുമുളകൊക്കെ ഒരു ചതച്ചിട്ടേക്ക് ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചോറായിരുന്നേ. കുറേ നാളായി ഇങ്ങനെ ഇറച്ചി ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എപ്പോഴും അങ്ങനെ കൂടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നാലേ എല്ലാവരോടെയും കാണാൻ കിട്ടുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഇങ്ങനെ എല്ലാവരും എപ്പോഴും കിട്ടുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും മാറി. ഇപ്പോൾ ഇവർ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഉള്ളപ്പോൾ ഇവരുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇരുന്നു. നല്ല ദിവസമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചോറ് ഞങ്ങൾ ഓഫീസിലോട്ട് വേണമെന്ന് ദിയ പ്രത്യേകം തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പാക്ക് ചെയ്ത് പിന്നെ അതേ ഓരോരുത്തർ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും വീട് അടുത്തടുത്ത് തന്നെ ഉണ്ടാവും, കുറച്ച് നടക്കാനൊക്കെ ഉള്ളൂ. എല്ലാവരും അടുത്താണെങ്കിലും ഇപ്പോൾ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുള്ളപ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.